അതെ, നമുക്കിന്നൊരു നാരങ്ങാച്ചാർ ഇട്ടാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ നാരങ്ങ പുഴുങ്ങി ഉപ്പും തിരുമ്മി ഒരു 15 ദിവസം വെച്ചത് എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ലപോലെ അലിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നാരങ്ങ. ഇനി ഒരു പാനിനകത്തേക്ക് ഒരു 4 സ്പൂണ് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു. ഇനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ടു, കറിവേപ്പില ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നോടം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ പൊടി ചേർക്കുന്നില്ല. ഒരു 3 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തോട്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം. അപ്പോൾ നല്ലപോലെ ആ മുളകിൻ്റെ കുത്തലിമണമൊക്കെ ഒന്ന് മാറി ആ മുളക് നമ്മുടെ ചട്ടിക്കകത്ത് കിടന്ന മസാല നല്ലപോലെ ഉരുണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറിന് നല്ലൊരു കളറും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മുടെ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേക്ക് ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അവനവൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി നാരങ്ങ പുഴുങ്ങി ഉപ്പിനകത്ത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ ആവശ്യം അനുസരിച്ച് വേണം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങായും അതിനകത്തോട്ടിട്ട് നമുക്ക് ഇച്ചിരി നമ്മുടെ കായപ്പൊടി, ഇച്ചിരി നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ ഇട്ട് നാരങ്ങായും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സൂപ്പർ നാരങ്ങ അച്ചാർ റെഡി. അതിൻ്റെ മണം മാത്രം മതി ചോറിനാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.